അപ്പോൾ അതേ ഞാൻ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ, പാത്രങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇസാക്കോ വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അവൻ എന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അവന് ഞാൻ പാത്രം കഴുകിയ പോലെ അവന് സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പാത്രം കഴുകാനായിട്ടോ പറയണേ, കയറി നിൽക്കാനായിട്ടോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഷോക്കേസിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാനായിട്ട് നോക്കണത്. അത് വെച്ചിട്ട് ഈ ഷോക്കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങിൽ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അമ്മ അതൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു, എന്തിനാണെന്നറിയില്ല, ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ പറയും നിൻ്റെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ വെച്ചായിരുന്നു. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബിബി ആണെങ്കിൽ അവിടെ വാക്വം ക്ലീനർ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് നോക്കണത്. പക്ഷേ ഇവനുള്ളതുകൊണ്ട് അത് സമ്മതിച്ചില്ല കേട്ടോ. ഇവനാണെങ്കിൽ ആ വണ്ടി ഏതൊരു വണ്ടിയാണെന്ന് വെച്ചിട്ടാണ് കേട്ടോ, അവൻ്റെ കളിക്കാനുള്ള വണ്ടിയാണെന്ന് വെച്ചിട്ടാണ് അത് ഉരുട്ടി കളിക്കാനായിട്ടോ നോക്കിക്കൊണ്ടിരിക്കണേ. അവിടെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരത് എടുത്ത് വെച്ചു. പിന്നെ ഇങ്ങോട്ട് അത് ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് അത് എടുക്കാനൊക്കെ നോക്കിയിട്ടാ, പക്ഷെ അത് കിട്ടിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.